Meet the editors. ഇന്ത്യയുടെ T20 ലോകകപ്പ് ടീമിൽ ഇടം നേടിയ സഞ്ജു സാംസന് അഭിനന്ദന പ്രവാഹമാണ്. ആരാധകരും മുൻ ക്രിക്കറ്റ് താരങ്ങളും സിനിമാ താരങ്ങളുമെല്ലാം സഞ്ജുവിനെ അഭിനന്ദിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന ക്യാപ്ഷനോടെയുള്ള സഞ്ജു സാംസന്റെ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വൻ ചർച്ചയായിരുന്നു. ഇപ്പോഴിതാ ഒരു പിച്ച് ക്യൂറേറ്റർ സഞ്ജുവിനെ അഭിനന്ദിക്കുന്ന വീഡിയോയും വൈറലാവുന്നുണ്ട്. ഹൈദരാബാദിലെ ഉപ്പൽ സ്റ്റേഡിയത്തിലെ പിച്ച് ഒരുക്കുന്ന ക്യൂറേറ്റർ സഞ്ജുവിനെ അനുഗ്രഹിക്കുന്ന ഹൃദയഹാരിയായ വീഡിയോ രാജസ്ഥാൻ റോയൽസാണ് പങ്കുവച്ചത്. വിയർപ്പ് തുന്നിയിട്ട കുപ്പായമോ എന്നതാണ് ചോദ്യം. സുജയിൽ നിന്ന് തുടങ്ങുന്നു. ഇപ്പോൾ സഞ്ജു സാംസനെ കുറിച്ച് പറയുകയാണെങ്കിൽ എതിരാളികളുടെ കളത്തിൽ പോലും ചെന്ന് നിന്ന് അവരിൽ നിന്ന് പ്രശംസയും അതുപോലെ തന്നെ അവരുടെ അംഗീകാരവും നേടിയെടുക്കാൻ പോകുന്ന ഒരു ക്യാരക്ടറുള്ള ആളെന്നാണ് സഞ്ജു സാംസനെ പറ്റി കൂടെ കളിക്കുന്നവർ അല്ലെങ്കിൽ എതിർ ടീമിൽ കളിക്കുന്നവരൊക്കെ പറയാറുള്ളത്. അപ്പോൾ ഈ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജു ഈ പോസ്റ്റ് ഇടുമ്പോൾ അത് കാണുന്ന എല്ലാവർക്കും ആ ഒരു സന്തോഷം ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. മഞ്ഞുമൽ ബോയ്സിലെ പാട്ടിൻ്റെ വരിയാണ് സഞ്ജു സാംസൺ ഇട്ടിരിക്കുന്നത്. അത് മാത്രമല്ല ഈ സിനിമകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള സഞ്ജുവിൻ്റെ പ്രതികരണങ്ങൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൈറലായിരുന്നു. ഉദാഹരണത്തിന് ആവേശം സിനിമയിലെ ഫഹദ് ഫാസിലിൻ്റെ അതേ വേഷവിധാനത്തോടു കൂടി, അതായത് സ്വർണ്ണമാലയൊക്കെ നിറച്ചിട്ട് വരുന്ന രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു പതക്കമൊക്കെ ധരിച്ചു വരുന്ന സഞ്ജു സാംസൺ. അങ്ങനെ സഞ്ജു സാംസൺ എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു വികാരമാണ്. എനിക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടക്കുന്ന T20 ലോകകപ്പിലേക്ക് സഞ്ജു എത്തുമ്പോൾ അത് കുറച്ച് വൈകിപ്പോയ ഒരു ഉൾപ്പെടുത്തൽ എന്നാണ് എനിക്ക് പ്രാഥമികമായി പറയാനുള്ളത്. ടീമിൽ രണ്ടാമത്തെ വിക്കറ്റ് കീപ്പറായിട്ടാണ് സഞ്ജു ഇപ്പോൾ ഉൾപ്പെടുന്നത്. അതോടൊപ്പം സഞ്ജുവിൻ്റെ IPL-ലെ മികച്ച പ്രകടനം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. രാജസ്ഥാൻ്റെ കുതിപ്പ്, ആ രാജസ്ഥാൻ ഈ സീസണിൽ ഉടനീളം കാണിക്കുന്ന കുതിപ്പ്, അതിലെ നിർണായക പ്രകടനം സഞ്ജു നടത്തുമ്പോൾ അത് ഇനിയും കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ സെലക്ടർമാരൊന്നും സെലക്ടർമാരല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ 2 തവണയായി ഈ നിരാശ നമുക്ക് വരുന്നത് അവസാന നിമിഷത്തിലാണ്. സെലക്ഷനിൽ ഉൾപ്പെടും എന്ന് കരുതി നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കും. നമ്മൾ മാത്രമല്ല, സഞ്ജുവിനെ സ്നേഹിക്കുന്ന എല്ലാവരും കാത്തിരിക്കും. അവസാന നിമിഷം സഞ്ജുവിന് പകരം മറ്റു പലരും ഉൾപ്പെടുന്നത് നമ്മൾ കാണുകയും ചെയ്യും. ഇപ്പോൾ നോക്കൂ, ഓറഞ്ച് ക്യാപ്പ് പട്ടിക എടുത്തു കഴിഞ്ഞാൽ 9 മത്സരങ്ങളിൽ നിന്ന് 385 റൺസുമായി 6ാം സ്ഥാനത്താണ് സഞ്ജു. 77 ശരാശരിയിൽ 161 സ്ട്രൈക്ക് റേറ്റ്. ഇങ്ങനെ നിൽക്കുമ്പോൾ സഞ്ജുവിനേക്കാളും ഡിസർവിംഗ് ആയ മറ്റു പലരും ഉണ്ട് എന്ന വാദമൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവരെ ഉൾപ്പെടുത്തുന്നില്ല എന്ന ചോദ്യമൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത്തവണ അത് സഞ്ജു സാംസണ് ഡിസർവിംഗ് തന്നെയാണ്. ഇത്തവണയെങ്കിലും സഞ്ജുവിനെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അത് നീതികേടായി പോകുമായിരുന്നു. കാരണം 2022 T20 ലോകകപ്പ്, 2023 ഏകദിന ലോകകപ്പ്, ഇതിൽ രണ്ടിലും സഞ്ജുവിനെ തഴയുന്നതാണ്, അവഗണിക്കുന്നതാണ് നമ്മൾ കണ്ടുനിന്നത്. അപ്പോൾ അതൊരു ആൾക്ക് ഒരു കായിക താരത്തിന് ഉണ്ടാക്കുന്ന നിരാശ എന്ന് പറയുന്നത് ചെറുതല്ല. പക്ഷേ ആ നിരാശയെ മറികടന്നുകൊണ്ട് മികച്ച പ്രകടനത്തിലൂടെ, അതാണ് സഞ്ജു ആ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്നതിലൂടെ ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത്രയ്ക്ക് അത്യധ്വാനം ചെയ്ത, തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി അത്രയ്ക്ക് അത്യധ്വാനം ചെയ്തിട്ടുണ്ട് സഞ്ജു. അത് സഞ്ജു അധ്വാനിച്ച് നേടിയ ഒരു ടീമിലെ സ്ഥാനമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ആരാധകരുടെ, അതായത് നമ്മളൊക്കെ അടങ്ങുന്ന ആരാധകരുടെ കാത്തിരിപ്പിനും ഒരു വിരാമമാവുകയാണ്. ഇപ്പോൾ IPL-ൽ കസറി നിൽക്കുമ്പോഴും സഞ്ജുവിന് ആവശ്യത്തിന് അവസരം കിട്ടുന്നില്ല എന്ന് കായിക ലോകത്തെ വിലയിരുത്തുന്ന ആളുകളടക്കം പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഒരു മറുപടി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇഷാൻ കിഷൻ, ഋഷഭ് പന്ത്, ജിതേഷ് ശർമ്മ, ഈ 3 പേർക്കും വേണ്ടി പലവട്ടം സഞ്ജുവിൻ്റെ അവസരങ്ങൾ വഴിമാറിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നതുകൂടി പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ പലർക്കായി വഴിമാറിപ്പോയ സഞ്ജുവിന്, അല്ലെങ്കിൽ മൂലയിൽ ഇരിക്കേണ്ടി വന്ന സഞ്ജുവിന് കൃത്യമായി ഒരു കസേര വലിച്ചിട്ട് വാ മോനെ ഇരി എന്ന് പറഞ്ഞ് സഞ്ജുവിനെ ഇരുത്തിയതുപോലെയാണ് ഇപ്പോഴത്തെ ഈ പൊസിഷനിങ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് സഞ്ജുവിൻ്റെ പ്രകടന മികവ് കൊണ്ട് പിടിച്ചെടുത്ത സ്ഥാനമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നോക്കൂ, ഞാൻ പഠിച്ച കോളേജിൽ നിന്ന് എനിക്ക് ശേഷം വരുന്നൊരു പയ്യൻ, ഒരു സ്മോൾ ടൗൺ ബോയ്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ലോകകപ്പ് ടീമിൽ ഇടം പിടിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ നേട്ടമല്ല അത് കേട്ടോ, വളരെ വലിയ നേട്ടമാണ്. ആകെ 3-4 മലയാളികളാണ് ഒരു പ്രസൻസ് തെളിയിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ശ്രീശാന്തിൻ്റെ ഒക്കെയാണ് നമ്മളൊരു ഒരു പ്രധാനമായ ഒരു പ്രസൻസായി കണ്ടിട്ടുള്ളത്. എങ്കിൽ സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷേ 2020 ദേശീയ ടീമിൻ്റെ ക്യാപ്റ്റനാകാൻ ടാലൻ്റുള്ള ഒരാളാണ് എന്നുള്ളതാണ്. നമ്മൾ ധോണിക്ക് ശേഷം 2019 ധോണി വിരമിക്കുമ്പോൾ സഞ്ജു സാംസൺ ആകാം ടീമിൽ അടുത്ത വിക്കറ്റ് കീപ്പറായി വരുന്നത് എന്ന് കണ്ടിരുന്നുവെങ്കിലും അവിടെയാണ് ഋഷഭ് പന്ത് ആ സമയത്ത് കടന്നു വന്നത്. KL രാഹുൽ ഫോമിലേക്ക് പോയിട്ടുള്ളത്.
പിന്നീട് ഋഷഭ് പന്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി അവിടെ ഉണ്ടായിരുന്നു. എപ്പോഴും സഞ്ജു സാംസന്റെ കാര്യത്തിൽ ആവർത്തിച്ചു പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ കൺസിസ്റ്റൻസിയുടെ അഭാവം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ രാജ്യാന്തര മത്സരത്തിലൊന്നും സഞ്ജു സാംസന് ഒരു പെർമനൻറ്റ് സീറ്റ് ഇല്ലാതെ പോയത് എന്നുള്ളതാണ്. ഇപ്പോഴും ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഋഷഭ് പന്ത് അവിടെ ടീമിലുണ്ട് എന്നുള്ളതാണ്. ഒരു പ്ലേയിങ് 11-ലേക്ക് സഞ്ജു സാംസൺ ഈ ലോകകപ്പിൽ ഉണ്ടാകണമെങ്കിൽ പന്തുവായ ഒരു ആശയേറിയ ഫൈറ്റിന് ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ IPL-ൻ്റെ പുതിയ സീസണിലെ 9 മത്സരത്തിലും 392 റൺസ്, 77 ബാറ്റിംഗ് ആവറേജ്, 161 സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്, 4 അർദ്ധ സെഞ്ചുറി ഉണ്ട്. നമ്മൾ ഏറ്റവും ഒടുവിലത്തെ ലക്നൌവിനെതിരായിട്ടുള്ള മത്സരത്തിൽ ഡീപ് ഫൈൻ ലെഗിലൂടെ ഗാലറിയിൽ യാഷ് താക്കൂറിനെ എത്തിച്ചതിന് ശേഷമുള്ള ഒരു ആവേശകരമായിട്ടുള്ള സഞ്ജു സാംസന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഞാൻ പിന്നോട്ടേക്കില്ല എന്നുള്ളതാണ്. അത് വളരെ ആവേശകരമാണ് സഞ്ജു സാംസന്റെ ആ പറയുന്ന പെർഫോമൻസ്. ഇപ്പോൾ നോക്കൂ, സാധാരണഗതിയിൽ ഈ ക്യാപ്റ്റൻസ്, ഇപ്പോൾ നമ്മളുടെയൊക്കെ ക്രിക്കറ്റ് ദൈവം എന്ന് വിളിക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കർ ക്യാപ്റ്റൻസി തലയിൽ ഭാരമായി വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് താഴേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. സഞ്ജുവിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ക്യാപ്റ്റൻസിയോടൊപ്പം തന്നെ അദ്ദേഹം ബാറ്റർ എന്നുള്ള നിലയിൽ വളരെ ആസ്വദിച്ച് ബാറ്റ് ചെയ്യുന്നു, ആസ്വദിച്ച് ടീമിനെ നയിക്കുന്നു ഒരേപോലെ എന്നുള്ളതാണ്. ആ ഘട്ടത്തിൽ സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം ഋഷഭ് പന്തിൻ്റെ ഒരു പൊസിഷൻ മാത്രമല്ല ലക്ഷ്യം വെക്കുന്നത്, രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി പോലും ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരുപക്ഷെ നമുക്കൊക്കെ ഭാഗ്യമുണ്ടെങ്കിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായി പോലും സഞ്ജു സാംസൺ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. രാജസ്ഥാനെ ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ ഒന്നാമതാക്കിയെത്തി. നേരത്തെ ഇവിടെ സുജിയെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓറഞ്ച് ക്യാപ്പിനുള്ള മത്സരത്തിൽ വളരെ പിന്നിലാക്കിയിരിക്കുന്നു മറ്റുള്ള ആളുകളെ എല്ലാം തന്നെയും. എന്നതിനപ്പുറത്തേക്ക് ഈ പറയുന്ന വിയർപ്പിൽ തുന്നിയിട്ട കുപ്പായം, ആ വിയർപ്പിൽ തുന്നിയിട്ട കുപ്പായം വെറുമൊരു ഇന്ത്യൻ ലോകകപ്പ് പ്ലെയർ എന്നുള്ള മാത്രമല്ല, ഇന്ത്യൻ 2020 ടീമിൻ്റെ ക്യാപ്റ്റനാകാനുള്ള ആദ്യത്തെ മലയാളി എന്ന ആ കുപ്പായം, അതും ഈ പറയുന്ന സഞ്ജു സാംസന്റെ ആ വിയർപ്പിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ആദ്യത്തെ മലയാളി ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ആകും എന്നാണ്. പായം എന്നുള്ളത് സഞ്ജു സാംസന്റെ തന്നെ പ്രയോഗമാണ്. അതിന് കാരണമുണ്ട്. സഞ്ജു സാംസൺ 2015-ലാണ് T20 അരങ്ങേറിയത്. അപ്പോൾ നീണ്ട 9 വർഷം, ഈ 9 വർഷം അദ്ദേഹത്തിന് കളിക്കാൻ കിട്ടിയത് 24 2020 മത്സരങ്ങൾ മാത്രമാണ്. എല്ലാ വർഷവും ഏകദിന ലോകകപ്പ് സമയത്ത് T20 കളിപ്പിക്കും, T20 ലോക സമയത്ത് ഏകദിനം കളിപ്പിക്കും. ഇതാണ് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളൊരു കാര്യം. എല്ലാ തവണയും IPL മികച്ച ഫോമിലാണെങ്കിലും അവസാനം തഴയപ്പെടുന്ന ഒരു സാഹചര്യവും സഞ്ജു സാംസൺ നേരിട്ടുണ്ട്. ഇപ്പോൾ ഏഷ്യൻ ഗെയിംസിലേക്ക് ഇന്ത്യയിലെ 2ാം നിര താരങ്ങളാണ് പോയത്. അതിൽ ക്യാപ്റ്റനാകുമെന്ന് പൊതുവെ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തെ പരിഗണിച്ചില്ല. ആ മത്സരത്തിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാനും ഇന്ത്യൻ ടീമിന് സാധിച്ചില്ല. അപ്പോൾ സെലക്ഷൻ കമ്മിറ്റിക്ക് എല്ലാ സമയത്തും ഒരു ഫേവറേറ്റിസം ഉണ്ട്. അതിൽ ഋഷഭ് പന്തും KL രാഹുലും ഇഷാന്ത് കിഷനുമാണ് എപ്പോഴും സ്ഥിരമായി അവരുടെ ലിസ്റ്റിൽ വന്നിട്ടുള്ള വിക്കറ്റ് കീപ്പറായി പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോഴൊക്കെ സഞ്ജു തഴയപ്പെട്ടിട്ടുണ്ട്. അപ്രസക്തമായ മത്സരങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത്തവണ മുൻ കളിക്കാരടക്കം സഞ്ജുവിൻ്റെ പേര് ആവർത്തിച്ച് പറയും, അങ്ങനെ പരിഗണിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. IPL നിലവിൽ ക്യാപ്റ്റൻ, ബാറ്റ്സ്മാൻ നിലയിലൊക്കെ മികച്ചു നിൽക്കുന്ന നിലയിലുള്ളത് ഇപ്പോൾ ഋഷഭ് പന്തുണ്ട്, KL രാഹുലുമുണ്ട്. ഇവർ ആണ് ആകെയുള്ള ഒരു വെല്ലുവിളി എന്ന് പറയാവുന്നത്. പക്ഷേ IPL റൺസിലായാലും സ്ട്രൈക്ക് റേറ്റിലും ഒക്കെ സഞ്ജു വളരെ മുന്നിലാണ് നിൽക്കുന്നത്. പിന്നെ സഞ്ജുവിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ്. അപ്പോൾ ഏതു തരം പിച്ചിലും പെട്ടെന്ന് തന്നെ റൺ റേറ്റ് ഉയർത്താനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അതേസമയം ഋഷഭിന് സെറ്റാവാൻ കുറച്ച് സമയമെടുക്കുമെന്ന് ചില നിരീക്ഷകർ പറയുന്നുണ്ട്. അപ്പോൾ ഈ വെസ്റ്റ് ഇൻഡീസിലെയും USA-യിലും കളി നടക്കുമ്പോൾ അവിടുത്തെ ഫ്ലാറ്റ് വിക്കറ്റാണ്. അവിടുത്തെ പിച്ചിൽ മത്സരിച്ച് ജയിക്കാൻ പെട്ടെന്ന് റൺ റേറ്റ് ഉയർത്താൻ സാധ്യത സഞ്ജുവിനാണ് എന്ന ഒരു നിരീക്ഷകർ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ വന്നാലും പലതവണ അവഗണിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ കിട്ടിയ ഒരു നേട്ടത്തെ വിയർപ്പ് തുന്നിയിട്ട് കുപ്പായം എന്ന് അദ്ദേഹം പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 2015 മത്സരിക്കാൻ അവസരം കിട്ടിയിട്ട് ഇപ്പോൾ 2024 ഒരു മികച്ച ഇവൻറ്റിലേക്ക് അദ്ദേഹത്തിനൊരു സാധ്യത എത്തുന്നത്. അപ്പോൾ ഇത്രയും 10 വർഷത്തെ 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടുന്ന ഒരു ഇവൻ്റ് എന്ന നിലയ്ക്ക് അതിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. വിയർപ്പ് തുന്നിയിട്ട് കുപ്പായം എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇനി അങ്ങോട്ട് അങ്ങനെ ഒരു സാഹചര്യം അല്ലാതെ ഒരു തുറന്ന വാതിൽ തന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഉണ്ണിബാലകൃഷ്ണൻ. നിശ്ചയമായും എല്ലാ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ് സഞ്ജു സാംസൺ ഈ ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമാകുന്നു എന്ന് പറയുന്നത്. നോക്കൂ, ഇപ്പോൾ ക്രിക്കറ്റിൽ നമ്മൾ പല ആളുകളെയും പല താരങ്ങൾക്കും
കിട്ടി പോന്നിട്ടുള്ളൊരു വലിയ പിന്തുണയുണ്ട്. ഇപ്പോൾ പലപ്പോഴും ആളുകൾ ഫോം ഔട്ട് ആവുകയോ അവസരങ്ങൾ കൊടുത്ത് അവരെ നിലനിർത്തി ആ രീതിയിൽ അവരെ വീണ്ടും ഫോമിലേക്കൊക്കെ കൊണ്ടുവരുന്നതിനകത്തൊക്കെ ഒരു പിന്തുണ എപ്പോഴും പല കളിക്കാർക്കും ഭാഗ്യം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അതൊരിക്കലും സഞ്ജു സാംസണ് കിട്ടിയിട്ടില്ല. കാരണം ആ അർത്ഥത്തിലൊരു ഏതെങ്കിലും തരത്തിലൊരു ബാക്കപ്പ് ഒരിക്കലും സഞ്ജു സാംസൺ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഈ വിയർപ്പ് തുണിയിട്ട കുപ്പായമാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നത്. പക്ഷേ ഇപ്രാവശ്യം നോക്കൂ, എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം, വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള പ്ലെയേഴ്സ് തന്നെ സഞ്ജു സാംസൻ്റെ ഒരു പൊട്ടൻഷ്യലിനെ തിരിച്ചറിയുന്നതാണ്. ഇപ്പോൾ ഹർഭജൻ സിംഗ് ആണെങ്കിലും പിന്നെ നമ്മുടെ ഗൗതം ഗംഭീർ പറയുന്നത് നന്നായി ബാക്കപ്പ് കൊടുക്കേണ്ട ഒരു പ്ലെയറാണ് സഞ്ജു സാംസൺ എന്നാണ്. കാരണം വെച്ചാൽ അങ്ങനെ പിന്തുണയ്ക്കുകയാണ് എങ്കിൽ നേരത്തെ നികേഷൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ടീമിനെ തന്നെ ഭാവിയിൽ നയിക്കാൻ കഴിയുന്നത്രയും പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ് എന്ന കാര്യത്തിൽ ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ നിശ്ചയമായിട്ടും ഈ പറയുന്ന ലിമിറ്റഡ് പിന്നെ കളികളേ ഉള്ളൂ. അതിനകത്ത് ഈ പറയുന്ന പ്ലേയിങ് 11-നകത്ത് അവസരം കിട്ടുമോ എന്നുള്ള പ്രശ്നമുണ്ട്. അവസരം കിട്ടിയാൽ സഞ്ജുവിൻ്റെ ഈ ഇൻകൺസിസ്റ്റൻസി എപ്പോഴും ഒരു പ്രശ്നമാണ്. അപ്പോൾ അവിടെ പെർഫോം ചെയ്യുമോ എന്നുള്ള പ്രശ്നമുണ്ട്. പക്ഷേ ഈ IPL കഴിഞ്ഞ ദിവസങ്ങളിലേക്കുള്ള കളികൾ സൂചിപ്പിക്കുന്ന അദ്ദേഹം വളരെ മെൻ്റലി നല്ല സ്ട്രോങ് ആണ്. അത് അദ്ദേഹം പിന്നെ ക്യാപ്റ്റൻ എന്ന നിലയ്ക്കും ആസ് എ പെർഫോമർ എന്ന നിലയ്ക്കും വളരെ റെസ്പോൺസിബിൾ ബാറ്റിങ്ങിലേക്ക് പോകുന്നു എന്നുള്ളതും വളരെ കൗതുകരമായിട്ടുള്ള കാര്യമാണ്. വെച്ചാൽ വെറുതെ ഹാർഡ് ഹിറ്റിംഗ് മാത്രമല്ല, നിന്ന് കളിച്ച് ടീമിനെ ജയിപ്പിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഒരു പ്ലേയിങ് ക്യാപ്റ്റനായിട്ട് മാറുന്ന രീതി കൂടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ IPL പെർഫോമൻസിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓഫ് കോഴ്സ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ നേട്ടമാണ്. സഞ്ജു സാംസൻ്റെ കരിയറിൽ ഒരു വളരെ റപ്ചർ പോയിൻ്റാണിത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ മുതൽ അങ്ങോട്ടേക്ക് സഞ്ജുവിൻ്റെ ഒരു ഇന്ത്യൻ ദേശീയ ക്രിക്കറ്റ് ടീമിലെ ഒരു കാലഘട്ടം ആരംഭിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സഞ്ജുവിന് എല്ലാ ആശംസകളും, നന്നായി കളിക്കാൻ കഴിയട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരുടെയും ഒരു ആശംസയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വിയർപ്പ് തുന്നിയിട്ട കുപ്പായമോ എന്ന ചോദ്യത്തിന് 4 പേരും ഒരുപോലെ യെസ് എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. മീറ്റ് ദ എഡിറ്റേഴ്സിന് നാളെ. നമസ്കാരം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Meet the editors.